ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ഹോളിന്റെ ഉദ്ഘാടന നിർവഹിച്ച നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് നമ്മുടെ തങ്ങൾ അവർകൾ, നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി സുൽഫി, ഈ വേദിയിൽ സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കൾ, ഞാൻ അഞ്ചൽ നിന്നാണ് എൻ്റെ സ്ഥലം. ഞാൻ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. മഹിള അസോസിയേഷന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വമായി പ്രവർത്തിക്കുകയായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയിലെ ചില നേതാക്കളുടെ ഇപ്പോഴത്തെ രീതികൾ കണ്ട് മനമെടുത്താണ് ഞാൻ നമ്മുടെ ലീഗിലേക്ക് വരുന്നതിന് ആലോചിച്ചത്. അതോടൊപ്പം തന്നെ CPM-ന്റെ മതനിരപേക്ഷതയും ഊട്ടി വളർത്തിയ സമീപനവുമെല്ലാം കണ്ട് ആണ് പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിച്ചത്. എന്നാൽ ഈ അടുത്ത നാളുകളിലായി കുറെ വോട്ടിന് വേണ്ടിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടും നമ്മുടെ മതേതരത്വത്തിന് എതിരായി മതേതരത്തെ വിലയ്ക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനവുമായി CPM നേതാക്കൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്ത്യ എന്നും മതനിരപേക്ഷ രാജ്യമാണ്, പ്രത്യേകിച്ചും കേരളം. നമ്മൾ എല്ലാവരും നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. നമ്മുടെ പ്രദേശത്തായാലും ജില്ലയിലായാലും നമ്മുടെ കേരളത്തിലെ സംസ്ഥാനത്തിലെല്ലാം തന്നെ നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സാഹചര്യത്തിൽ ഒരു തീപ്പൊരി മതി നമ്മളെ ഈ മത നിന്ദ വർദ്ധിക്കുന്നതിനും അതോടൊപ്പം തന്നെ വർഗീയത ഊട്ടി വളർത്തുന്നതിനും ഒരു തീപ്പൊരി മതി എന്നുള്ള കാലഘട്ടത്തിൽ ഒരു തീപ്പന്ത എറിഞ്ഞുകൊണ്ടാണ് CPM നിലപാടെടുത്തിരിക്കുന്നത്. ഇതിനെ ചെറുത്തുവൽപ്പിച്ചുകൊണ്ട് കേരള ജനത മുന്നോട്ട് പോകണമെന്നും അതോടൊപ്പം തന്നെ വർഗീയതയ്ക്കും മതനിരപേക്ഷതയ്ക്കും ഊന്നിയുള്ള ഒരു പ്രവർത്തനം നമ്മൾക്കെല്ലാവർക്കും ഒന്നിച്ചു നിന്ന് കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ യുവതലമുറ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു അവസ്ഥയാണ് നമ്മളെ പ്രത്യേകിച്ചും കേരളത്തിലെല്ലാം ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിനെ മാറ്റിയെടുക്കുന്നതിനും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നല്ല ഗുണങ്ങൾ നമ്മുടെ കേരളത്തിന് നേടിയെടുക്കുന്നതിന് വേണ്ടി വ്യവസായ അധിഷ്ഠിത വിദ്യാഭ്യാസവും തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസവും എല്ലാം കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലമെല്ലാം ഒരുക്കുന്നതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിയും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഞാൻ ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ ഹാളിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളെ പ്രവർത്തന സജ്ജമാക്കിയ ഇതിന്റെ നേതൃത്വത്തെ എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ലാൽസലാം. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അടുത്തതായി കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലുള്ള S. സുനിൽ ബാബു, റിട്ടയർഡ് ലോ ഓഫീസറാണ്, ആരോഗ്യ വകുപ്പിൽ. രാഷ്ട്രീയമായിട്ടുള്ള പാരമ്പര്യമുള്ള